ഇന്നലെയുണ്ടായ അതിശക്തമായ കാറ്റിൽ പെട്ടിക്കട ദേഹത്തു വീണ് ആലപ്പുഴ ബീച്ചിൽ 18-കാരി മരിച്ചിരുന്നു. പള്ളാത്തുരുത്തി സ്വദേശിനി നിത്യയാണ് മരിച്ചത്. മഴ നനയാതിരിക്കാൻ കടയ്ക്ക് സമീപം നിന്നപ്പോഴാണ് കട ദേഹത്ത് മറിഞ്ഞു വീണത്. ഒപ്പമുണ്ടായിരുന്നയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് ശരത് SS ചേരുന്നുണ്ട്. ശരത്ത്, ഗുഡ് മോർണിംഗ് ശരത്ത്. ഒരു ദുരന്ത വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടം നടന്നത് ശരത്? ഇപ്പോൾ എന്താണ് ആലപ്പുഴയിൽ കാലാവസ്ഥ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് ഇന്നലെ ഒരു വൈകിട്ടോട് കൂടിയായിരുന്നു ആലപ്പുഴ ബീച്ചിൽ ഇത്തരത്തിൽ കടയ്ക്ക് സമീപം കയറി നിന്ന്, അതായത് മഴ ശക്തമായി തുടർന്ന് ഈ കടയ്ക്ക് സമീപം കയറി നിന്ന സമയത്ത് ഈ കട ഒന്നടങ്കം അത് കുട്ടിയുടെ ദേഹത്ത് വീണാണ് മരണം സംഭവിച്ചത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇതൊരു പെട്ടിക്കടയാണ്. ഇന്നലെ ആലപ്പുഴ ജില്ലയിൽ ശക്തമായ കാറ്റും അതിശക്തമായ മഴയും ഒക്കെ തന്നെയായിരുന്നു ജില്ലയിൽ ഉണ്ടായിരുന്നത്. ആ രീതിയിൽ ഈ ബീച്ചിൽ സന്ദർശകർക്ക് കടലിലിറങ്ങാൻ പ്രവേശനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ചിലരൊക്കെ തന്നെ ഈ ബീച്ചിന് സമീപം വന്ന് നിൽക്കാറുണ്ട്. അങ്ങനെ വന്നെത്തിയതായിരിക്കണം നിത്യയും സുഹൃത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് മഴ പെയ്ത സമയത്ത് ഇവർ ഈ കടയ്ക്ക് സമീപം കയറി നിൽക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ശക്തമായ കാറ്റും ആ ഘട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ ശക്തമായ കാറ്റിനെ തുടർന്ന് ഈ കട ഒന്നടങ്കം ആ കുട്ടിയുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ഒപ്പം മറ്റൊരു സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു. സുഹൃത്തിനെ ഇപ്പോൾ ഇന്നലെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുഹൃത്തിന്റെ നില അതീവ ഗുരുതരമല്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഈ പെൺകുട്ടി ഈ കടയ്ക്കടിയിൽപ്പെട്ട് അങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു പെട്ടിക്കടയാണ്. ഇതിൽ ഇന്നലെ ഈ വൈകുന്നേരം കട തുറന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ സന്ദർശകർ ബീച്ചിൽ പൊതുവെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കടകൾ ഇപ്പോൾ വൈകിട്ട് തുറക്കാറില്ല. അങ്ങനെ ഈ അടച്ചു വെച്ച സമയത്തായിരിക്കണം ഒരുപക്ഷെ ഈ കുട്ടി ഈ കടയിലേക്ക് പുറകുവശത്തേക്ക് വന്നു നിൽക്കുന്നത്. ഈ കാണുന്നത് പോലെ ഈ ഒരു തറയിലാണ് ഈ കട ഉറപ്പിച്ചിരുന്നത്. ഇവിടെ ഉറപ്പിച്ചിരുന്ന കട പിന്നീട് ഇത്തരത്തിൽ ശക്തമായ കാറ്റ്, പ്രത്യേകിച്ച് നമുക്കറിയാം ബീച്ച്, അതായത് പടിഞ്ഞാറ് വശത്ത് നിന്ന് ശക്തമായ കാറ്റാണ് ഈ ഭാഗത്തേക്ക് അടിക്കുന്നത്. പ്രത്യേകിച്ച് മഴ ശക്തമായതിന്റെ അടിസ്ഥാനത്തിൽ കാറ്റിനും ശക്തി കൂടുതലാണ്. അങ്ങനെ ശക്തമായ കാറ്റിൽ ഈ പെട്ടിക്കട ഈ കുട്ടിയുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. പെട്ടിക്കട ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനുള്ളിൽ ഇപ്പോൾ വെയിറ്റുള്ള ചെറിയ ഫ്രിഡ്ജ് അടക്കമുള്ള അത്തരം ഇവരുടെ ആവശ്യമായ വസ്തുക്കൾ ഉൾപ്പെടെ ഈ കടയ്ക്കുള്ളിലുണ്ട്. ആ രീതിയിൽ നല്ല വെയിറ്റ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അത്തരത്തിൽ ഒരു മരണത്തിലേക്ക് കാര്യം എത്തിയത്. ദേഹത്തേക്ക് വീണത്. അപ്പം ഇതിനോടനുബന്ധിച്ച് ഇന്നലെ വൈകിട്ടോട് കൂടിയാണ്, അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു 3 മണി 4 മണി ആ ഒരു സമയത്താണ് ഈ ശക്തമായ കാറ്റ് വരികയും തുടർന്ന് ഈ ബീച്ചിലുണ്ടായിരുന്ന കുട്ടി കടയ്ക്ക് സമീപം, അതായത് ഈ പുറകുവശത്തായിരിക്കണം കുട്ടി വന്ന് നിന്നിട്ടുണ്ടാവുക. തുടർന്ന് ഇത്തരത്തിൽ ഈ കാറ്റ് ശക്തമായതിനെ തുടർന്ന് ഇത് കിഴക്ക് ഭാഗത്തേക്ക്, അതായത് പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് കാറ്റടിക്കുന്നത്. അങ്ങനെ കിഴക്ക് ഭാഗത്തേക്ക് ഈ കട മറഞ്ഞു വീഴുകയും ഇതിനടിയിൽ ഈ കുട്ടി പെടുകയുമാണ് ഉണ്ടായത്. നാട്ടുകാരൊക്കെ തന്നെ പിന്നീട് എത്തിയാണ് ഈ കുട്ടിയെ ഇവിടെ നിന്ന് എടുത്ത് ഉടൻ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് പക്ഷേ മരണം സംഭവിക്കുകയായിരുന്നു. ഓക്കെ ശരത്, എന്നാലും വളരെ നിർഭാഗ്യകരമായ കാര്യം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ പൊളിഞ്ഞു വീഴാൻ ദുർബലമായി തന്നെ നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ പൊളിഞ്ഞു വീഴുന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന ബിൽ ബോർഡുകൾ, പരസ്യ ബോർഡുകൾ ഉണ്ടാവും. ഇത്തരം പെട്ടിക്കടകൾ ഉണ്ടാവും. പലതരത്തിലുള്ള മരങ്ങൾ വേരുകളിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നുണ്ടാവും. ദ്രവിച്ചു നിൽക്കുന്ന മരങ്ങൾ ഉണ്ടാവും. തുരുമ്പെടുത്ത് നിൽക്കുന്ന കമ്പികൾ ഉണ്ടാവും. അതിൻ്റെ ഒന്നും അടുത്തു പോയി മഴക്കാലത്ത് നിൽക്കരുത് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് വരുന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത. ഒരു പെട്ടിക്കട ദേഹത്തേക്ക് വീണിട്ടാണ് ഒരു 18 വയസ്സുകാരിക്ക് ഇപ്പോൾ ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രിയ പ്രേക്ഷകരെ. മഴക്കാലമാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി കനത്ത മഴ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുക തന്നെ വേണം.